കാസർഗോഡ് റെയിൽവേ പാർസൽ സർവീസ് നിർത്തലാക്കിയ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. പാർസൽ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ സർവീസ് നിർത്തലാക്കിയ ദക്ഷിണ റെയിൽവേയുടെ നടപടി ഉടൻ പിൻവലിക്കുക, ജില്ലയിലുള്ള ഏക റെയിൽവേ പാർസൽ സർവീസ് കേന്ദ്രം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഡിവൈഎഫ്ഐ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യുവജന സഖാക്കളെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത്തരമൊരു മാർച്ച് ഏറ്റെടുക്കാൻ ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ബ്ലോക്ക് സെക്രട്ടറിയോട് സൂചിപ്പിക്കുകയുണ്ടായി. ഈ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനോട് അങ്ങേയറ്റത്തെ അവഗണന പുലർത്തുന്ന ആളുകളായി, അധികാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇവിടെ അനുവദിക്കപ്പെട്ട ട്രെയിനുകൾ ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കുന്നതിൽ കണ്ണൂരിൽ നിന്നും കാസർഗോട്ടേക്ക് ട്രെയിനിൻ്റെ ദൈർഘ്യം ഇങ്ങോട്ട് വ്യാപിപ്പിക്കുന്നതിൽ ഇതിനെല്ലാം അങ്ങേയറ്റത്തെ അനാസ്ഥയായിരുന്നു പല ഘട്ടങ്ങളിലും റെയിൽവേ മന്ത്രാലയം പുലർത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കും വിധമുള്ള ഒരു സമീപനമാണ് പാർസൽ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിരുന്ന പാർസൽ സംവിധാനം നിർത്തലാക്കാൻ ആവശ്യമായ നീക്കത്തിലേക്ക് ഇവിടുത്തെ ഭരണകൂടം ദക്ഷിണ റെയിൽവേ മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ മാസം 25 മുതലാണ് പാർസൽ സർവീസ് പൂർണ്ണമായും നിർത്തലാക്കിയത്. ദക്ഷിണ റെയിൽവേ ചീഫ് കൊമേഴ്സ്യൽ മാനേജർ 21 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ മുൻകരുതൽ എടുക്കുന്നതിനും ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനുമുള്ള സാവകാശം പോലും നൽകാതെയായിരുന്നു നടപടി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.